നമസ്കാരം, എല്ലാവർക്കും വുമൺ ഓൺ സ്പോട്ട്ലൈറ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ നമ്മുടെ അതിഥി ശ്രീമതി ജയശ്രീ ഗോവിന്ദൻ കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിസിനസ് രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വനിതകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് വുമൺ ഓൺ സ്പോട്ട്ലൈറ്റ്. ശ്രീമതി ജയശ്രീ ഗോവിന്ദൻ, സ്വാഗതം. സാധാരണ ഈ LIC അല്ലെങ്കിൽ മറ്റ് ഇൻഷുറൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പരമാവധി നമ്മൾ എനിക്ക് ഒരു മാനസികമായിട്ട് അകൽച്ച തോന്നാറ്. കാരണം എനിക്കൊക്കെ ജോലി കിട്ടിയ സമയത്ത് LIC ഏജന്റുമാരൊക്കെ നമ്മളുടെ പുറകെ വരാറുണ്ട്. അപ്പൊ അന്ന് മുതൽ ഇവര് നമ്മളെ എന്തോ ഇതിലേക്ക് ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് എന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് മാറി. അപ്പോൾ അത്തരം ഒരു മേഖലയിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഒരു പ്രേരണ ഉണ്ടായത് അതിലേക്ക് വരാനായിട്ട്? അപ്പൊ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറഞ്ഞിട്ടുള്ള. ആക്ച്വലി ഞാനൊരു സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർ ആയിരുന്നു, ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. ആ ഒരു 8 വർഷത്തോളം ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത സമയത്ത് യൂഷ്വലി എല്ലാ സ്ത്രീകളും പോലെ വിവാഹിതയായി. വിവാഹത്തിന് ശേഷം എനിക്ക് എന്റെ കരിയറും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജോലി അത്യാവശ്യം എന്ന രീതിയിലാണ് ഞാൻ ഇൻഷുറൻസ് രംഗത്തേക്ക് കടന്നത്. പക്ഷെ ഞാൻ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള ആ ഒരു ഇത് എൻ്റെ ഒരു ഇമോഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നത്. പിന്നീട് ഞാൻ ഈ 15 വർഷവും ആ ഒരു രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ സന്തോഷം അതിൽ നിന്ന് എനിക്ക് കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. സാധാരണ ഈ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഏജന്റ്, അവർ കുറച്ച് പേര് ചേർക്കുന്നു, അതിന്റെ കമ്മീഷൻ കിട്ടുന്നു, ഒരു തൊഴിൽ പോലെ മാത്രമാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷെ മാഡത്തിനോട് സംസാരിച്ചപ്പോൾ അതൊരു ബിസിനസ് ആക്കി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. അതാണ് ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കാൻ തന്നെ കാരണം. അത് എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് അതിനെ ഒരു ബിസിനസ് ആക്കുക എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ മാത്രം നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ആളുകളിലേക്ക് ചെന്ന് ഈ പോളിസി എടുക്കണം അങ്ങനെ ഇനിയിപ്പോ പറയുന്നതാണ് സാധാരണ നമ്മൾ കാണുന്നത്. അപ്പൊ തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് ഞാൻ അതിന്റെ കൂടുതൽ വ്യാപ്തി ഞാൻ മനസ്സിലാക്കുകയും അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് സ്കീം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ഏജൻസിന്റെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് അറിയാവുന്ന പോളിസികളാണ് ആളുകളെ എത്തിക്കുന്നതെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് ആളുകളുടെ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അത് ചൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വ്യത്യസ്തമായ പോളിസികളെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതെന്ന് അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല കമ്പനിയായിട്ടുള്ള കൊളാബറേഷനിൽ എനിക്ക് പല രീതിയിലുള്ള സ്കീമുകൾ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൈവിധ്യമുണ്ട്. ആളുകൾക്ക് അവരുടെ ഇൻകത്തിനനുസരിച്ചും അവരുടെ ആവശ്യത്തിനും അനുസരിച്ചുള്ള സ്കീമുകൾ തിരഞ്ഞെടുക്കാനായിട്ടും സാധിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് കുറെ കൂടെ അവയർനെസ് കൊടുക്കണം എന്നുള്ളതും ഞാൻ മനസ്സിലാക്കി. അപ്പൊ അതിനു വേണ്ടിയുള്ള കോഴ്സ് കാര്യങ്ങളും അത് ഞാൻ ചെയ്തു വരുന്നു. ഓൺലൈനിലാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഓക്കെ, അതൊരു വിസ്മയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇൻഷുറൻസ് മേഖലയിൽ ഏജന്റ് ആയിട്ട് വന്നിട്ട് അതിനെ ഒരു കോഴ്സാക്കി മാറ്റിയിട്ട് ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന പറയുമ്പോൾ ആ ഒരു ചിന്താഗതി എങ്ങനെയാണ് വന്നത്? കാരണം സ്വാഭാവികമായിട്ടും LIC ഏജൻസ് ആയാലും മറ്റ് ഇൻഷുറൻസ് കമ്പനികളായാലും അവർ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ ട്രെയിനിങ് കൊടുക്കുന്നു, അങ്ങനെയാണ് അവർക്ക് ആളുകൾ കിട്ടുന്നത്. പക്ഷെ മാഡം ഇതിന് കോഴ്സ് ആക്കി വെക്കുമ്പോൾ അതിന്റെ സാധ്യത എങ്ങനെയാണ്? എന്ത് രീതിയിലാണ് അതിന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി ഒന്ന് പറയാം? അതെ, തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലേക്ക് ഞാൻ വന്നത് തന്നെ നമ്മുടെ കൊറോണ അതുപോലെയുള്ള പല പാൻഡമിക് കണ്ടതിന് ശേഷമാണ്. കാരണം ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു കുറഞ്ഞ ഒരു ലോക്കലായിട്ടുള്ള ഒരു ഏരിയ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അതിനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അതിനുവേണ്ട കാര്യങ്ങൾ ഡിജിറ്റൽ മേഖലയിൽ കുറച്ച് കോഴ്സുകൾ ഞാൻ ചെയ്തു. ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സഹായകമായി. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ അവയർനെസ് ആണ് ആദ്യം കൊടുക്കുന്നത്. അതായത് എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഒരാൾ, എന്നെ കൺസൾട്ടേഷൻ എടുത്ത് വരുന്ന ഒരാൾക്ക് ഒരു 3 days കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അവർക്ക് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്. ഇപ്പോഴും 75% ആളുകളും ഇൻഷുറൻസ് എടുക്കാത്തത് അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്. അവരത് അറിയാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അവർക്ക് ഇല്ലാതെ പോകുന്നുണ്ടാണ്.
അപ്പൊ അവർക്ക് കൂടുതൽ അറിവ് നൽകിക്കൊണ്ട് ഈ ഒരു ഇൻഷുറൻസിന്റെ ആവശ്യം എന്ത് എന്ന് അവരെ മനസ്സിലാക്കിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി ഒരു 3 days കോഴ്സ് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഓരോ തീരുമാനം എടുക്കുന്ന അനുസരിച്ച് ലെവൽ 1, 2, 3 എന്ന രീതിയിലുള്ള കോഴ്സുകളിലേക്ക് അവരെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ അവർക്ക് കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസിനെ സംബന്ധിച്ചും ഹെൽത്ത് ആയാലും ലൈഫ് ആയാലും അതുപോലെ ടാക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതും ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ടുള്ള പല ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചും അങ്ങനെയുള്ള അറിവുകൾ നൽകിക്കൊണ്ട് അവരെ പടിപടിയായി അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഉയർത്തുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിലൂടെ ഒരു കമ്മ്യൂണിറ്റിയെ രൂപീകരിക്കുക എന്നുള്ളത്. ഈ കോഴ്സിന് വരുന്ന ആൾക്കാര് ഈ കോഴ്സ് പഠിച്ചിട്ട് അവര് ഒരു ഇൻഷുറൻസ് ഏജന്റ് ആക്കാണോ ചെയ്യണത്, അതോ ഈ വിവിധ തരത്തിലുള്ള ഇൻഷുറൻസിനെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ ജോയിൻ ചെയ്യാണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഒരു ചെറിയ ആശയക്കുഴപ്പം. തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ കൂടുതലും സ്പെസിഫൈ ചെയ്യുന്നത് റിട്ടയർമെന്റ് ലൈഫാണ്. കാരണം ഒരു റിട്ടയർമെന്റ് വരെ ആളുകളെ എങ്ങനെയെങ്കിലും അവരുടെ ഇൻകത്തിൽ ജീവിക്കും. അതിനുശേഷമാണ് പല ആളുകളും അവർക്ക് ഇൻകം ഇല്ലായ്മ, അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി കഴിയുമ്പോൾ അവർക്ക് ഇൻകം ഇല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇപ്പൊ കണ്ടുവരുന്നു. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൃദ്ധസദനത്തിന്റെ എണ്ണം കൂടി വരുന്നു കേരളത്തിൽ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ മാറ്റുക എന്നത് തന്നെയാണ് പ്രാധാന്യം. അപ്പൊ അവർക്ക് അതിനു വേണ്ട ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു ഗൈഡൻസും ഒരു അറിവും നൽകിക്കൊണ്ട് അവരെ ആ രീതിയിലേക്ക് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് നല്ല രീതിയിലാക്കുക, വറി ഫ്രീ ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അവരുടെ ജീവിതത്തിൽ അവർക്ക് മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് ലക്ഷ്യം. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും ഒരു ഇൻഷുറൻസ് അഡ്വൈസർ ആകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അറിവും ഇവിടെ അവർക്ക് നേടാൻ സാധിക്കുന്നുണ്ട്, അതിനുള്ള ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ രണ്ടും എടുക്കാം. ഒന്ന് അവർക്ക് അതിന്റെ ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. രണ്ടാമത്തത് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഏതാണോ വേണ്ടത് എന്ന് അവർ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ടാകും. ഈ 2 കാര്യമല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ എനിക്കിപ്പോഴും ഒരു ചെറിയ കൺഫ്യൂഷൻ മാറിയിട്ടില്ല. അപ്പൊ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു, അവർ ആ ഇൻഷുറൻസ് ചേരുമ്പോ അവിടെ ഒരു കോഴ്സ് മാത്രമാണ്, അവർ ജസ്റ്റ് ക്യാൻവാസ് ചെയ്ത് നമ്മള് അവരെ കൺവിൻസ് ചെയ്തിട്ട് ചേർക്കുക എന്ന പ്രക്രിയ മാത്രമല്ലേ ഉള്ളൂ? അതിനാണോ ഈ കോഴ്സ് സഹായിക്കുന്നത്? അല്ല, അവർക്ക് അറിവ് നേടുക എന്നുള്ളതാണ്. പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പലരെയും മറ്റുള്ളവരുടെ നിർബന്ധത്തിന്, ഇപ്പൊ താങ്കൾ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇൻഷുറൻസ് എടുത്തത് ആരെങ്കിലും ഒക്കെ നിർബന്ധത്തിനായിരിക്കും, കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ പരിചയക്കാരുടെയോ ഒക്കെ ആയിട്ടുള്ള ഇതില്ല. പക്ഷെ കൃത്യമായിട്ട് അവനവന് ആവശ്യമുള്ള ഇൻഷുറൻസ് ആണോ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇടയ്ക്ക് വെച്ച് അത് നിർത്തിപ്പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാതെയൊക്കെ പോകുന്നതും പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകൾ അവർ അനുഭവിക്കുന്നു. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിവ് നേടുക എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും സാധാരണ അറിവ് നേടുന്ന പോലെ തന്നെയാണ് ഈ ഒരു മേഖലയിലും. പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അതുവരെ ഹാർഡായിട്ട് ഏൺ ചെയ്ത സേവിങ്സ് ആണ് നമ്മൾ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ അതിനുള്ള കൃത്യമായ അറിവ് വേണം. അവിടെ ടാക്സ് എത്ര വരും, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് അത് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അവർക്ക് അതിന് നല്ല വാല്യൂ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. എന്ന് വെച്ചാൽ ഇവര് വെറുതെ ഇൻഷുറൻസ് എടുക്കല്ല, അതിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാക്കി കൊടുത്തിട്ട് അല്ലെ, അവരെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് അവരിത് ഇൻഷുറൻസ് എടുക്കുന്നത്, റൈറ്റ്? അവര് കറക്റ്റ് ആയിട്ട് അവരത് പഠിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഏത് തരത്തിലായിരിക്കണം, ഏത് പ്ലാൻ ചൂസ് ചെയ്യണം അവര് തന്നെ മനസ്സിലാക്കി പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അതായത് സെൽഫ് ഇൻഷുറൻസ് പ്ലാനർ, അതാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ആളുകള് ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് ഇപ്പോ കൂടുതൽ എടുക്കുന്നത്? ഇപ്പൊ കൂടുതൽ ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കൂടുതൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നത്. കാരണം കൊറോണയൊക്കെ വന്നതിന് ശേഷം ആളുകൾക്ക് കൂടുതൽ അവയർനെസ് വന്നിരിക്കുന്നു ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ആവശ്യമാണെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ പലരും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ആവശ്യപ്പെട്ട് വരാറുണ്ട്. പക്ഷെ കൂടുതലും ആളുകൾ അങ്ങനെ ഒരു ഇൽനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസോ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് എന്നതാണ് കഷ്ടം. കാരണം എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിയുമ്പോഴാണ് ആളുകൾ പേടിച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ചോദിച്ചിട്ട് വരുന്നത്, കൂടുതലും അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ജീവിത സ്റ്റൈലൊക്കെ മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ പെൻഷൻ സ്കീം അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, പെൻഷൻ സ്കീമിനെ കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് കൂടുതലും. ഓക്കെ, അപ്പൊ ഇൻഷുറൻസിന്റെ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ,
ഇപ്പൊ ഇടയ്ക്ക് മാഡം പറഞ്ഞു കൊറോണയ്ക്ക് ശേഷം ഓൺലൈനിലേക്ക് തിരിച്ചു. അപ്പൊ പണ്ട് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വീട്, ചുറ്റുപാടുകള്, അല്ലെങ്കിൽ ഓഫീസിലുള്ള ജീവനക്കാര്, അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അത്രയും ഒരു ചുരുങ്ങിയ മേഖലയായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോകം തുറന്നിരിക്കുകയാണ്, എവിടെ വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു വ്യത്യാസം? അപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്ര വ്യത്യാസമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്? അതൊന്ന് പറയാം. തീർച്ചയായിട്ടും. മുമ്പെന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ഏരിയ മാത്രമാണ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഇന്ന് അത് കൂടുതലും ഡിജിറ്റൽ യുഗമായി മാറിയിരിക്കുന്നു. അപ്പൊ ആ ഡിജിറ്റൽ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഫ്രീ വെബിനാർ അങ്ങനെയുള്ള കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് അവയർനെസ് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു. കൂടുതൽ ലോകത്തുള്ള എവിടെയുള്ള ആളുകൾക്കായാലും, പ്രത്യേകിച്ച് മലയാളികൾ കൂടുതലും ഗൾഫിലാണ്, അവർക്ക് പോലും അവിടെ ഇരുന്നുകൊണ്ട് ഒരു സ്കീമിനെ കുറിച്ച് അറിയാനും അത് എടുക്കാനുമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഓൺലൈൻ വഴി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ സാധ്യതയാണ് മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാനും. അവർക്ക് പണ്ടൊക്കെ നാട്ടിൽ വന്നാലാണ് ഒരു ഇൻഷുറൻസ് എടുക്കാൻ സാധിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഓൺലൈൻ തന്നെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പുറം നാട്ടിൽ ഇരിക്കുന്നവർക്ക് പോലും എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ സാധ്യതയാണ് ഇപ്പോ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുമ്പോൾ. അപ്പോ മേഡത്തിന്റെ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. മേഡം ഒത്തിരി വളർന്നു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് ഓഫീസ്, ജീവനക്കാർ അങ്ങനെയൊക്കെ കാണുമല്ലോ അല്ലേ? എനിക്ക് 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആക്ച്വലി 2 പാർട്ട് ടൈം ജോബ് അന്വേഷിച്ച് വന്ന സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അപ്പൊ അവര് അതിന് തയ്യാറായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഹയർ സ്റ്റഡീസിനൊക്കെ ആയിട്ട് അവർ പലപ്പോഴും ലീവ് എടുക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവര് തന്നെ അതിൽ നിന്നും പിന്മാറി. കാരണം അവർക്ക് പഠനത്തിലും എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. പിന്നെ സ്ഥിരമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ലേഡി സ്റ്റാഫ് വേറെ ഉണ്ട്. ഫീൽഡിൽ പോകാനായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ ഞാനും തന്നെയാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ ഈ ഡിജിറ്റൽ മേഖലയിലേക്ക് വന്നപ്പോൾ ഓട്ടോമേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ടൂൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിതെല്ലാം തന്നെ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ കോഴ്സ് ഇൻഷുറൻസ് മേഖലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നന്നായി പോകുന്നു. ഇനി ഭാവിയിൽ എന്താണ് ഗോള്, എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? എന്റെ ഉദ്ദേശം എനിക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു 25,000 പേർക്ക് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് നല്ല രീതിയിലാക്കി കൊടുക്കുക, വറി ഫ്രീ ആയിട്ട് നല്ല ഒരു റിട്ടയർമെന്റ് ലൈഫ് നൽകുക എന്നുള്ളതാണ്. അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു ആളുകളുടെ കമ്മ്യൂണിറ്റി രൂപീകരിച്ചുകൊണ്ട് അവിടെ എനിക്ക് ഒരു ചാരിറ്റി, അതുപോലെ നമ്മുടെ സൊസൈറ്റിക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും കൂടി ഒത്തൊരുമയുടെ സൊസൈറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ഉദ്ദേശം. വണ്ടർഫുൾ. അപ്പൊ ഇപ്പോഴും ഈ ഇൻഷുറൻസ് എടുക്കാത്ത കുറേ പേരുണ്ട്. പല തെറ്റിദ്ധാരണകൾ കൊണ്ടോ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടോ എടുക്കാത്ത ധാരാളം പേരുണ്ട്. അങ്ങനെ ഇൻഷുറൻസ് എടുക്കാത്ത ആളുകളോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? അവരവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇൻഷുറൻസ് എടുക്കാത്തതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് നമുക്ക് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. ഇനിയുള്ള കാലം ഇത് രണ്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഓരോ ദിവസവും ഹെൽത്ത് കെയറിന്റെ കോസ്റ്റ് വളരെയധികം വർദ്ധിച്ചു വരുന്നു. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, പണ്ട് നമ്മളൊരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോയ 1,000-2,000 രൂപയ്ക്ക് നമുക്ക് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വരാൻ കഴിയുമെങ്കിൽ ഇന്ന് ഒരു പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയ സകല ടെസ്റ്റുകളും നടത്തി അവിടെ അഡ്മിറ്റ് ആക്കി ഒരു 5 ദിവസം ട്രീറ്റ്മെന്റ് എടുത്താൽ കിട്ടുന്ന ബില്ലിന്റെ തുക 50,000 മുതൽ 1,00,000 വരെയാണ്. അപ്പൊ ഈ ഒരു കോസ്റ്റ് ഓരോ പ്രാവശ്യവും കൂടി വരുന്നു. ഇത് മുന്നോട്ട് പോകുന്തോറും നമുക്ക് താങ്ങാൻ കഴിയാതെ വരും. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെയും അതുപോലെ തന്നെയാണ് ലൈഫിന്റെ പ്രാധാന്യം. ലൈഫ് ഇൻഷുറൻസും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതുവരെയും ഇത് എടുക്കാതെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സാധനമാണ് ജീവിതത്തിൽ ഇതെങ്കിലും ആളുകൾ ഏറ്റവും അവസാനത്തേക്ക് മാറ്റിവെക്കുന്നതാണിത്. അത് അറിവില്ലായ്മ കൊണ്ട് അവർ വലിയ വില കൂടിയ ഫോണുകളെല്ലാം വാങ്ങും, അതിന് കവർ വാങ്ങും, അതിന് ഇൻഷുർ ചെയ്യും. അതുപോലെ തന്നെ വാഹനം വാങ്ങും, അതിന് ഇൻഷുർ ചെയ്യും. ഒരു ദിവസം പോലും ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് അവർ അടയ്ക്കാതെ മാറ്റിവെക്കാറുണ്ട്. എപ്പോഴെങ്കിലും നാളെ ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ, അടുത്ത മാസം ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷം ആവട്ടെ എന്ന് വെക്കാറില്ല. കാരണം അത് അവർക്ക് ഭയമാണ്. അതേപോലെ തന്നെ അവനവന്റെ ജീവനെ രക്ഷിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ലൈഫിനെ ഇൻഷുർ ചെയ്യുക, ഹെൽത്തിനെ ഇൻഷുർ ചെയ്യുക, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ അത് അവർ മനസ്സിലാക്കാതെയാണ് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് നോക്കാം എന്ന മട്ടിലാണ് ഇപ്പോഴും ആളുകൾ ഇരിക്കുന്നത്. 75% ആളുകളും ഇപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലായ്മയാണ് ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെയല്ല വേണ്ടതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർക്ക് അവരുടെ ജീവനെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഈ അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഈ ഡിജിറ്റൽ ഇതിലേക്കൂടെ ചെയ്യുന്നത്. അപ്പോ സ്വന്തം വാഹനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും പലരും സ്വന്തം ജീവിതത്തിനും കുടുംബത്തിനും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോ എന്താണ് ശ്രീമതി ജയശ്രീ ഗോവിന്ദന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ നല്ലൊരു കരിയർ തന്നെയാണ്. പലരും ഇപ്പോഴും ഞാൻ പല ആളുകളെയും ഈ ഒരു റിക്രൂട്ട്മെന്റിന് വിളിക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് ആണോ വേണ്ട എന്ന് പറയാറുണ്ട്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്തുകൊണ്ട്? കാരണം നമുക്ക് മറ്റുള്ളവർക്ക് സമൂഹത്തിന് ഒരു നല്ല കാഴ്ചപ്പാട് കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിനെ വേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവാറില്ല. നമ്മൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിനെയും വളർത്താൻ അല്ലെങ്കിൽ സമൂഹത്തിന് സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് രംഗത്തേക്ക് വരുന്നവർ തീർച്ചയായിട്ടും പഴയ രീതിയിലുള്ള കാര്യങ്ങൾ മാറ്റി പുതിയ രീതിയിൽ, അതായത് കാലത്തിനൊത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഡിജിറ്റലൈസ് ആക്കി കുറേയും കൂടി സോഷ്യൽ മീഡിയയിലെയും മറ്റും അവയർനെസ് കൊടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ സ്വന്തം ജീവിതവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ജീവിതവും നമ്മുടെ കയ്യിലാണ്. നമുക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും സാധിച്ചാൽ അത് വലിയൊരു പുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ശ്രീമതി ജയശ്രീ ഗോവിന്ദൻ. ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസിനെ കുറിച്ചിട്ടും അതിന്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ചും മറ്റുമെല്ലാം വിശദീകരിച്ച് തന്നതിന് താങ്ക് യു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനും ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുമ്പോൾ അവർക്ക് കുറച്ചെങ്കിലും മനസ്സിൽ മാറ്റങ്ങൾ വരാം, പുതിയ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുക, അവരുടെ ജീവിതം ധന്യമാക്കാൻ അവർ ശ്രമിക്കും എന്നൊരു വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വുമൺ ഓൺ സ്പോട്ട്ലൈറ്റിൽ ഇന്നത്തെ നമ്മുടെ അതിഥിയായിരുന്നു ശ്രീമതി ജയശ്രീ ഗോവിന്ദ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ ഒരു ബിസിനസ് സംരംഭകയാണോ? ബിസിനസ് എങ്കിൽ നിങ്ങൾക്കും അവസരമുണ്ട് വുമൺ ഓൺ സ്പോട്ട്ലൈറ്റിൽ പങ്കെടുക്കുന്നതിന്. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്.